ആനപ്പന്തി കവലയിൽ വൈറ്റ് ഹൌസ് ഫാമിലി റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനത്തിനു ശേഷം റെസ്റ്റോറന്റ് ഉടമ രജനീഷ് രാജൻ IRPCക്ക് വേണ്ടി IRPC ഉപദേശക സമിതി ചെയർമാനായ P ജയരാജന് തുക കൈമാറി. വൈറ്റ് ഹൗസ് എന്ന പേരിൽ രജനീഷ് ഇവിടെ രുചികരമായിട്ടുള്ള ഭക്ഷണം നൽകുന്ന ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് വൈറ്റ് ഹൗസിൻ്റെ ഉടമയായിട്ടുള്ള രജനീഷ് കണ്ണൂർ ജില്ലയിലെ ജനകീയ സാന്ത്വന പരിചരണ പ്രസ്ഥാനമായിട്ടുള്ള IRPCക്ക് ഒരു സംഭാവന നൽകിയിരിക്കുകയാണ്. പായം പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മോടൊപ്പമുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ട ഒരു സംസ്കാരമാണ്. കേരളത്തിലെ പിണറായി സർക്കാർ 3 കാര്യങ്ങളാണ് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, അതീവ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാനുള്ള ഇതിൽ പായം പഞ്ചായത്ത് അതീവ ദരിദ്രരെ കണ്ടെത്തി അതീവ ദാരിദ്ര്യം ഇല്ലാത്ത പഞ്ചായത്തായിട്ട് പായം പ്രഖ്യാപിക്കാൻ കഴിയും. പായം മാത്രമല്ല, സംസ്ഥാനത്തെമ്പാടുമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികൾ കുടുംബശ്രീ വഴി കണക്കെടുത്തപ്പോൾ 64,006 കുടുംബങ്ങളാണ് അതിദരിദ്രരായി കണ്ടെത്തിയത്. അവരിൽ തന്നെ 40,000 ആളുകൾ ഇതിനകം അതീവ ദരിദ്രമുക്തരായി. ഇനിയിപ്പോൾ അതീവ ദരിദ്രയില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറാൻ വേണ്ടി പോവുകയാണ്. ഇത് രാജ്യത്തിൻ്റെ ചരിത്രത്തെ റെക്കോർഡാണ്. ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏറ്റവും മുന്നിലാണ്. അവിടെയാണ് ഈ കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കേരളം അതീവ ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട്. ഇതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് പാലിയേറ്റീവ് പരിചരണം. എല്ലാവർക്കും ഓരോ പ്രദേശത്തും കിടപ്പ് രോഗികളുണ്ട്, അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന വയോജനങ്ങളുണ്ട്. അവർക്കൊക്കെ പരിചരണം കിട്ടും. പഞ്ചായത്തുകളിൽ ഡോക്ടർമാരുടെ പാലിയേറ്റീവ് പ്രവർത്തനമുണ്ട്, നഴ്സുമാരുടെ പാലിയേറ്റീവ് പ്രവർത്തനമുണ്ട്. അതിൽ സന്നദ്ധ സംഘടനകളും ഒറ്റപ്പെട്ട് കഴിയുന്ന എല്ലാവരെയും ആശ്വസിക്കും. അതാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പാലിയേറ്റീവ് നയം മുന്നത്തെ PS ഗവൺമെൻറ് കാലത്ത് പ്രഖ്യാപിച്ചതാണ്. അത് ഫലപ്രദമായിട്ട് ഇപ്പോൾ നടപ്പായിട്ടുണ്ട്. ഒറ്റ കിടപ്പ് രോഗി പരിചരണം ലഭിക്കാത്തവരില്ല എന്ന നിലയാണ് കേരളത്തിൽ കൈവരുന്നത്. അതിൽ പായം പഞ്ചായത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ഏറ്റവും മെച്ചപ്പെട്ട പരിചരണ പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ കഴിയും. ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഈ പാലിയേറ്റീവ് പരിചരണം നടത്തുന്നത് അത് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ നടക്കും, സന്നദ്ധ സംഘടനകൾ. അക്കാര്യത്തിൽ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അറിയപ്പെടുന്ന ഒരു പേരാണ് IRPC, ഇനീഷ്യേറ്റീവ് ഫോർ റിഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്നാണ് അതിൻ്റെ പൂർണ്ണ. കോവിഡ് കാലത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഡയറക്ടർ അംഗീകൃത റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ച ഒരു സംഘടനയാണ് IRPC. എല്ലാ വീടുകളിലും പരിചരണ പ്രവർത്തനം നടത്തുന്ന കണ്ണൂരിൽ കിടപ്പ് രോഗികളെ സൗജന്യമായിട്ട് പരിചരിക്കുന്ന സാന്ത്വന കേന്ദ്രം കഴിഞ്ഞ 10 വർഷമായി പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ ലഹരിമുക്ത ജീവിതത്തിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഡി-അഡിക്ഷൻ സെൻ്റർ, അതും സൗജന്യമായിട്ടാണ്. അതുപോലെ ഒരു ഡയാലിസിസ് കേന്ദ്രം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയാലിസിസ് കേന്ദ്രം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം സഹായകരമായിട്ട് ഈ നിലക്ക് സേവനം അനുഷ്ഠിക്കുന്ന IRPCക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എത്രയോ പൈസ നമ്മൾ ചെലവഴിക്കുന്നു. ആ പൈസയിൽ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനത്തിന്. ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റവും മഹത്തരമാണ് എന്ന് കണക്കാക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. IRPC മാത്രമല്ല, ഒട്ടേറെ സന്നദ്ധ സംഘടന. പക്ഷെ അതിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു പേരാണ് IRPC. ഇവിടെ വൈറ്റ് ഹൗസ് എന്ന ഹോട്ടലിൻ്റെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് IRPCക്ക് ഒരു ഫണ്ട് നൽകിയിരിക്കുകയാണ്. ഗൃഹപ്രവേശനത്തിൻ്റെ അവസരത്തിൽ, ഇതുപോലെ കടകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച്, ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ചും വിവാഹത്തോടനുബന്ധിച്ചും ജനന വാർഷികത്തോടനുബന്ധിച്ചും വേണ്ടപ്പെട്ടവർ മരിച്ചാൽ അവരുടെ ഓർമ്മക്കായിട്ടും ഒക്കെ IRPCക്ക് ഒരു ഫണ്ട് നൽകുക എന്നത്
നമ്മുടെ നാട്ടുമ്പുറങ്ങളിലടക്കം ഒരു സംസ്കാരമായി വളർന്നു വന്നിരിക്കുന്നു. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരുകയാണ് രജനീഷും ചെയ്തിട്ടുള്ളത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.